മാന്യ പ്രേക്ഷകർക്ക് റാം ടോക്ക് 360യിലേക്ക് സ്വാഗതം. സർ, എൻ്റെ ഒരു ബന്ധു വീട്ടിൽ ഒരു കുരിയാല ഉണ്ടായിരുന്നു. അതിനടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നായിരുന്നു. അവരങ്ങനെ വന്ന സമയത്ത് ഒരു ജ്യോതിഷി എടുത്തുപോയി പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കുരിയാലയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ദോഷമാണ് എന്ന് പറഞ്ഞു. അതിന് അവർ വേറെ അടുത്ത് പോയി അഷ്ടമംഗല പ്രശ്നം തന്നെ വെച്ചു. അന്നേരം അവർ പറഞ്ഞതെന്നറിയാം, കുരിയാല പുതുക്കി പുതിയതായിട്ടൊരു അമ്പലം പണിയണം എന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആ ഫാമിലിക്ക് അത് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. പക്ഷെ കുട്ടികളുടെ അസുഖങ്ങൾ ഇപ്പോഴും മാറും, ചിലപ്പോൾ മാറാതിരിക്കാം. ആ കുരിയാലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷമാണ്, അതോ മറ്റെന്തെങ്കിലും കാരണമായിരിക്കും? ഇത് സാമ്പത്തികമായിട്ട് നമ്മൾ നേരിടുന്നൊരു പ്രശ്നമായിരിക്കും. അതിൽ 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, ഏത് വ്യക്തിയും അവൻ്റെ ഒരു വിധി അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രിൻസിപ്പിള് പൂർവജന്മാർജിതം കർമ്മം ശുഭം വാ എതിവ അശുഭം തസ്യ പങ്കിനുള്ള സദേ സൂര്യന്തിരിക്കുന്നു. മുജ്ജന്മകൃതമായ പുണ്യപാപങ്ങൾ നാം ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത്. അത് അനുഭവിക്കാൻ പര്യാപ്തമായ ഒരു സ്ഥാനത്തായിരിക്കും ഭഗവാൻ നമ്മളെ എത്തിക്കും. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ എപ്പോഴും മദ്യപിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളിനോട് ഭഗവാൻ വലിയ താല്പര്യം തോന്നിയാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അയാളുടെ ബിവറേജ് ഒക്കെ അടുത്തുള്ള ഒരു വീട്ടിനകത്തായിരിക്കും. എപ്പോഴും പാല് കുടിക്കണമെന്നുള്ളതുണ്ട് പരമാവധി ഒരു മില്ലാവൂതിനകത്താകാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. അതേപോലെ ഈ പുരുഷാരങ്ങളും ബാക്കിയുള്ളതൊക്കെ പല സ്ഥലങ്ങളിലും പഴയ കാലത്ത് വന്നത് സൈക്കോളജിക്കൽ സെക്യൂരിറ്റി, മനഃശാസ്ത്രപരമായ സുരക്ഷിതത്വം എന്ന് പറയുന്നവരാണ് മനുഷ്യ അത്യാവശ്യം. നമ്മളെല്ലാം ജീവിക്കുന്നത് മനഃശാസ്ത്രപരമായ ചില സുരക്ഷിതത്വമുണ്ടാകും. അത് സുരക്ഷിതത്വം വരാൻ പഴയ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ദേവസങ്കല്പങ്ങളായിരുന്നു. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ സൈക്കിൾ പഠിപ്പിക്കും. ആദ്യം അവനെ നമ്മൾ സൈക്ലിങ്ങനെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവൻ തന്നെത്താനെ സൈക്കിള് ഓടിക്കാൻ മിടുക്കനായി എന്ന് ബോധ്യമായി കഴിയുമ്പോൾ നമ്മൾ പറയും, മക്കൾ സൈക്കിൾ ഓടിച്ചോ, അമ്മ പിടിച്ചിട്ടുണ്ട്, അല്ല അച്ഛൻ പിടിച്ചു. അപ്പോൾ അവൻ ആ തലത്തിലാണ് പോകുന്നത്. നേരെ കൊണ്ട് ഇനി ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ, മക്കൾ ഓടിച്ചു, അമ്മ വിടാൻ പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണു. അപ്പോൾ ഈ തരത്തിലുള്ള സൈക്കോളജിക്കൽ സെക്യൂരിറ്റി നമ്മുടെ പൂർവ്വകാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്ന സമയത്ത് അതിന് ഒരുപാട് റിലവൻസ് ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം ഈ തരത്തിൽ സൈക്കോളജിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അവരെ ഒരു ഈ ഗുരുശാലയും അനുബന്ധമായിട്ട് അവരുടെ ഒരു ഗുരു വല്ലഭൂപ് എന്ന് പറയും, ചില യോഗീശ്വർ എന്ന് പറയും. പിന്നെ ആ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ദേവതയും കൂടി വെച്ച് ആചാരിക്കുന്ന ഒരു സമ്പ്രദായം. അതേപോലെ രണ്ടാമത് പഴയ കാലത്തൊക്കെ ഈ കളരി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലെടുക്കാം. ഒന്ന്, കളരി എന്ന് ദേവസങ്കല്പങ്ങൾ പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് ഒന്നിലധികം സങ്കല്പങ്ങളെ വെച്ച് ആചരിക്കും. അല്ലാതെ കളരി എന്ന് പറഞ്ഞാൽ ആയോധന അഭ്യസിക്കും. പഴയ കാലത്ത് മഹാരാജാക്കന്മാർക്കെല്ലാം സ്വന്തമായിട്ട് ഇതുപോലെ മിലിറ്ററി ഒന്നും ഇല്ലാത്തപ്പോൾ ഇടപ്രഭുക്കന്മാർക്കെല്ലാം വസ്തുക്കൾ കൈകൊള്ളുവായിട്ട് കൊടുത്തിട്ട് അവരോടെല്ലാം യോദ്ധാക്കളെ പരിശീലിപ്പിക്കും. അപ്പോൾ യോദ്ധാക്കളെ പരിശീലിപ്പിക്കുമ്പോഴെല്ലാം ഓരോ കർമ്മത്തിന് പറ്റുന്ന ഓരോ ദേവതാഭാവങ്ങളെയാണ്. ഇനി ഈ ദേവസങ്കല്പങ്ങൾ ഹൈന്ദവ ദർശനത്തിൽ ഒട്ടേറെ ദേവസങ്കല്പങ്ങൾ ഇത്രയും വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കൊരു എപ്പിസോഡിനകത്ത് തന്നെ കൃത്യമായിട്ട് ചിന്തിക്കും. അപ്പോൾ ഈ സൈക്കോളജിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അവരെല്ലാം വർഷത്തിലൊരിക്കൽ ആദരിക്കും. എന്നിട്ട് അത് ഇംപ്ലോയ് ചെയ്യുന്ന അർത്ഥം എന്താണ്? മോനെ, നീ എവിടെ പോകുമ്പോഴും നിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിൻ്റെ വിജയത്തിലും പരാജയത്തിലുമെല്ലാം നിന്നോടൊപ്പം ഈ സങ്കല്പമുണ്ട്. അങ്ങനെ സൈക്കോളജിക്കലായിട്ടൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നിർഭയം അവൻ്റെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗിക്കും. ഇല്ല, ഭീതിയോടിക്കും. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഇവയെല്ലാം. അപ്പോൾ അവിടെ വരുന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ വളരെ തെറ്റാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരൊരാളുടെ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടെ ഗുരുശാലയുടെ കുഴപ്പമുണ്ടെന്ന് കറക്റ്റാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇങ്ങനെ വരാൻ കഴിയും. അയാളുടെ പൂർവ്വകാല അനുഭവങ്ങൾ, മുജ്ജന്മകൃതമായ അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാകാൻ ഈ ഒരു സ്ഥലമാണ് ഏറ്റവും പറ്റിയതെന്ന് ഭഗവാൻ തോന്നുന്നുണ്ട്. അവിടെ ചെല്ലും.
നേരെ പറഞ്ഞാൽ ആ തരത്തിലുള്ള ഗുരുശാലകളോ ആ തരത്തിലുള്ള ശാപമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ആ തരത്തിലുള്ള ആൾക്കാരിനെ ഇവിടെ വന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് ഗുരുശാലകൾ നേരെയാക്കേണ്ടത് വളരെ ശരിയാണ്. പക്ഷേ ഗുരുശാലകളെല്ലാം അമ്പലങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമ്മളത് പറയുന്നത്. ചിലവര് പറയും അതിനകത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി കഴിയുമ്പോഴേ കുടുംബത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങൾ കാരണം വേറെ അവര് പലയിടത്തും പോയി കൊണ്ടുപോയി കളഞ്ഞതിനെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട്, പലയിടത്തും സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന് യുക്തിപൂർവ്വം വേണം ഇതിനെ ചിന്തിക്കാൻ. പിന്നെ രണ്ടാമത്, ആദ്യകാലത്ത് നമ്മൾ ഈ കളരികൾക്കകത്തെല്ലാം വെച്ച കൗള സമ്പ്രദായം എന്ന് പറഞ്ഞ്, പ്രാകൃതം എന്ന് ഞാൻ പറയുന്നില്ല, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആചാര സങ്കല്പം. അവിടെ ഈ ദേവനും പ്രാർത്ഥിക്കുന്നവനും ഒന്നാവുക, അവൻ കഴിക്കുന്നത് ദേവന് കൊടുക്കുക, അത് തന്നെ കൊടുക്കുക, അങ്ങനെ. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തുള്ള ഇപ്പോഴത്തെ പല മല സങ്കല്പങ്ങൾ അത്തരം പെരുവരുത്തി വന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യുന്നത്, അവരുടെ ആചാരം, അവർ മദ്യപിക്കുന്നെങ്കിൽ ആ മദ്യം, അവർ പിന്നെ മീറ്റ് കഴിക്കുന്ന ആ മീറ്റ്, അത് അവർ തന്നെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ കൗള സമ്പ്രദായങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്നപ്പോഴാണല്ലോ ആദ്യമായിട്ട് വേദശാസ്ത്രാനുസരണമാക്കി വേദശാസ്ത്രങ്ങളിലേക്ക് മാറ്റുമ്പോൾ നിയമങ്ങളായി. അപ്പോൾ എൻ്റെ കണക്കനുസരിച്ച് കൗള സമ്പ്രദായത്തിൽ ആദ്യകാലത്ത് തുടങ്ങിയതിനെയെല്ലാം വേദ രീതിയിലേക്ക് മാറ്റിയാൽ അസാധാരണമായ ബാധ്യതയാണ് പണ്ടുള്ളത്. അപ്പോൾ ഈ ശാസ്ത്രം ആ തരത്തിൽ ഡെവലപ്പ് ചെയ്ത് കൗള സമ്പ്രദായത്തിൽ നിർത്തിയിരുന്നതിനെയെല്ലാം വീറും വൃത്തിയും ഭംഗിയായിട്ട് കൗള സമ്പ്രദായത്തിൽ തന്നെ നിലനിർത്തി ആളുകൾക്ക് ബാധ്യത ഉണ്ടാകാതിരിക്കാൻ ഈ പണ്ഡിതന്മാരും തന്ത്രിമാരും എല്ലാം ശ്രമിക്കണമെന്ന് തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഇവിടെ ഞാൻ അടുത്ത ക്ഷേത്രത്തിൽ പോയി പ്രശ്നം വെച്ചപ്പോൾ പഴയ കാലത്ത് മാടസ്വാമിയാണ്. അതിനെ എല്ലാവരുടെ പ്രശ്നം വെച്ച് എന്താണ്, മാടം എന്ന് പറഞ്ഞാൽ മഹാദേവ ക്ഷേത്രമാക്കി. മഹാദേവരാക്കിയപ്പോഴത്തേക്ക് തന്ത്രശാസ്ത്രങ്ങളും ബാക്കി അനുബന്ധമായ ശാസ്ത്രീയമായ എല്ലാ സമസ്യകളും നേടി. ഈ മാടൻ എവിടെ വന്ന ഏതോ ഹരിജൻ കുടുംബക്കാർ ആചരിച്ചു വന്നിരുന്ന മാടനാണ്. ഞാനവിടെ പോയി നോക്കിയോ പഴയ മാടൻ്റെ കല്ലും പുല്ലും ഒക്കെ ദൂരമാണ്. വീണ്ടും പ്രശ്നമൊക്കെ വെച്ച് ദേവകി തന്നെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാടനെ സത്യത്തിൽ പറയാൻ കൊള്ളുന്ന പുനഃസ്ഥാപിക്കുക. പക്ഷേ അവിടെ ഒരു ഈ ശ്രീപരമേശ്വരനെ പ്രതിഷ്ഠിച്ചിടത്ത് മാറ്റാനൊന്നും നിയമമില്ല. ഇത് മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞാൽ ചിന്താതരംഗങ്ങൾക്ക് ക്രിയാശക്തിയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈനംദിനം പ്രാർത്ഥനാപൂർവ്വം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് മാറ്റാൻ അതും വളരെ പ്രധാനമാണ്. ഈ തരം കാര്യങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞന്മാരും തന്ത്രം അറിയാവുന്നവരും എല്ലാവരും കൂടി ഇതിനെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കൗള സമ്പ്രദായത്തിലുള്ള എല്ലാത്തിനെയും എടുത്ത് വേദശാസ്ത്രാന്തരം ക്ഷേത്ര സങ്കല്പങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കാത്തതാണ് പലപ്പോഴും. പല ക്ഷേത്രങ്ങളുണ്ടല്ലോ ഈ വലിയ അമ്പലമൊന്നും ഇല്ലാത്ത, എങ്ങനെയാണ് ഓച്ചറ അമ്പലം, ഓച്ചറ ഒരു അമ്പലമൊന്നുമില്ലല്ലോ. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ വലിയ പുതിയ രീതിയിലുള്ള ഈ തന്ത്രശാസ്ത്രജ്ഞന്മാരും ഈ പിന്നെ സ്ഥാപതിമാരും ഒക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം അടിച്ചു പൊടിച്ച് കളഞ്ഞ് വേറെ കൂരകളുണ്ടാക്കി നേരെ പ്രതിഷ്ഠിക്കാൻ പറയും. അതൊക്കെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്. ശ്രീപരമേശ്വരൻ എന്ന് പറയുന്നത് എന്താണ്, ശിവനും പാർവതിയും എന്ന് പറയുന്നത് പ്രകൃതിയിലെ പുരുഷനും പ്രകൃതിയിലെ സ്ത്രീയും. അതാണ് ശങ്കരാചാര്യ പറഞ്ഞത്, ശിവ ശക്തിയായുക്തിയ എരി ഭവതി പ്രഭു, ശിവന് ശക്തി. അതാണ് ഓരോ രീതിയിലേക്കും വരുന്നത്. ഈ ആത്യന്തികമായ സത്യം യുക്തിപൂർവ്വം മനസ്സിലാക്കി മനുഷ്യനെ സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ പഴയകാലത്ത് എല്ലാ സ്ഥലങ്ങളിലും കാവും കുളവും ഉണ്ട്. കാവ് വളരെ പ്രധാനമാണ്. ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിയിരിക്കുന്ന കാവ്. അതിനെയെല്ലാം വേണ്ട തരത്തിൽ വേണ്ട വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ശാസ്ത്രീയ സമസ്യകളുമായിട്ട് പൊരുത്തപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാകും. വിശകലനം വളരെ അത്യാവശ്യം, ശാസ്ത്രീയമായിട്ട് നോക്കണം. അനുഭവിക്കും. നമുക്കിനി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച വേണം. അത് നമുക്ക് ഓരോ എപ്പിസോഡുകളായിട്ട് എടുത്ത് നമ്മുടെ ഈ പ്രേക്ഷകരെയൊക്കെ ഒരു ബോധവൽക്കരിക്കാൻ ശ്രമം നടന്ന വർഷം. നന്ദി, നമസ്കാരം.